ചോദിക്കുന്നതാണ് ലളിതാ സഹസ്രനാമം എപ്പോൾ എങ്ങനെ ചൊല്ലണമെന്ന്. അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരു മനുഷ്യജീവിതത്തിൻ്റെ രണ്ട് ചിറകുകളാണ് ഭൗതികതയും ആത്മീയതയും. 3 ആശ്രമങ്ങളെയും പരിപാലിക്കേണ്ട ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം സൗഖ്യവും സമാധാനവും സമ്പത്തും കൂടിയേ തീരും. ഇവിടെയാണ് ലളിതാ സഹസ്രനാമ ജപത്തിൻ്റെ പ്രസക്തി. ജഗജ്ജനനിയായ ആദിപരാശക്തിയെ 1000 നാമങ്ങൾ കൊണ്ട് സ്തുതിക്കുകയാണ് ലളിതാ സഹസ്രനാമ ജപം. ലളിതാ സഹസ്രനാമ ജപം ഒരു ഭക്തനെ പടിപടിയായി ഉയർത്തുന്ന ഉപാസനയാണ്. ലളിതാ മന്ത്രത്തിന്റെ ശക്തി വാക്കുകൾക്കും പ്രവചനങ്ങൾക്കും അതീതമാണ്. പൂർവപുണ്യം കൊണ്ട് മാത്രമേ ദേവിയെ സ്തുതിക്കാനും പൂജിക്കാനും സാധിക്കുകയുള്ളൂ. ഭഗവതിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്ര ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമം. ശ്രീമാതയിൽ തുടങ്ങി ലളിതാംബിക എന്ന നാമത്തിൽ പൂർണ്ണമാകുന്നു. നാമങ്ങളിലെ ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം. 1000 വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം. 1000 ശിവനാമത്തിന് തുല്യമാണ് ദേവീനാമം. ദിവസവും ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നതിലൂടെ കുടുംബൈശ്വര്യം വർദ്ധിക്കുകയും രോഗദുരിതങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ജാതകദോഷം ഗ്രഹപ്പിഴയും ഒന്നും അലട്ടുകയില്ല. ഉത്തമ സന്താന സൗഭാഗ്യത്തിനും സന്താന പുരോഗതിക്കും വൈദവ്യ ദോഷനാശത്തിനും ദീർഘായുസിനും ലളിത സഹസ്രനാമ ജപം ഉത്തമമാണ്. മാതൃരൂപിണിയാണ് ദേവി. മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞു. മാതൃസ്നേഹത്തിന്റെ അളവ് വിവരണാതീതമാണ്. അതുപോലെ തെളിഞ്ഞ മനസ്സോടെ ഭഗവതിയെ ധ്യാനിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം നമുക്ക് കിട്ടും. പ്രസവിച്ച അമ്മയുടെ കാരുണ്യവും വാത്സല്യവും സ്നേഹവും എത്രത്തോളമാണെന്ന് പറയേണ്ടതില്ലല്ലോ, അത് നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ ഈ പ്രപഞ്ചത്തെ തന്നെ പ്രസവിച്ച കരുണാമൂർത്തിയും സ്നേഹമയോയായ അമ്മയെപ്പറ്റി എങ്ങനെ വർണ്ണിക്കാനാണ്? ആദിപരാശക്തിയായ ലളിതാംബികയെ ഉപാസിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമ ജപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും മനസ്സിൽ കയറുന്ന നിരവധി സംശയങ്ങളുണ്ട്. നാമം ചൊല്ലുമ്പോൾ തെറ്റിയാൽ കുഴപ്പമുണ്ടോ? രാവിലെ തന്നെ ചൊല്ലണോ? ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ദോഷമുണ്ടോ? അതിനെല്ലാം ഒരൊറ്റ ഉത്തരമേയുള്ളൂ. അമ്മയെ സ്നേഹിക്കുന്നതിന് സമയമോ കാലമോ നോക്കേണ്ടതില്ല. ഭഗവതിയെ മാതൃസ്വരൂപമായി കരുതി എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ധ്യാനിക്കാം. എപ്പോൾ എത്ര തവണ ചൊല്ലുന്നു എന്നതിലല്ല, എങ്ങനെ ചൊല്ലുന്നു എന്നതിലാണ് പ്രാധാന്യം. രാമരാമ എന്നത് മരാമര എന്ന് ചൊല്ലിയ കാട്ടാളനെ വാൽമീകി മുനിയായതും രാമായണം രചിച്ചതും നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ എന്താണുണ്ടായത്? ഭക്തിയാണ് പ്രധാനം. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ അറിയാതെ വരുന്ന അക്ഷരത്തെറ്റുകൾ ഭക്തിയുടെ മുന്നിൽ നിർവീര്യമാകും. നിത്യവും ജപിച്ചാൽ മനസ്സ് ശാന്തമാവുകയും ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള മനക്കരുത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അർത്ഥം അറിഞ്ഞ് ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. ജീവിത തിരക്കിനിടയിൽ അരമണിക്കൂറെങ്കിലും ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചെങ്കിൽ അതേറ്റവും നല്ല വലിയ ഒരു കാര്യമാണ്. ലളിതാ സഹസ്രനാമ ധ്യാനം മാത്രമായും ചൊല്ലാവുന്നതാണ്. ദേവി കടാക്ഷവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നിത്യവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ സാധ്യമാകൂ എന്നാണ് പറയുക. പിന്നെ ശരീരശുദ്ധിയോടെ നിലവിളക്ക് കൊളുത്തിവെച്ച് ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ജപം ആരംഭിക്കാം. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ സന്ധ്യയ്ക്ക് പടിഞ്ഞാട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ചൊല്ലാം. മനസ്സ് എപ്പോഴും ഏകാഗ്രമായി നിലനിർത്താൻ ശ്രദ്ധിക്കണം. നാമം ചൊല്ലുന്നതിന് മുന്നിലായി ഭഗവതിയുടെ ചിത്രം, കുങ്കുമം, ഏതെങ്കിലും ഒരു പുഷ്പം എന്നിവ വയ്ക്കുക. അതെന്താണെന്ന് വെച്ചാൽ എവിടെയും ശ്രദ്ധ വേറെ എവിടേക്കും പോവാതിരിക്കാൻ. ദേവീ സ്വരൂപം മനസ്സിൽ തെളിഞ്ഞു നിൽക്കാനും ഇതുമൂലം സാധിക്കും. നാമപാരായണ ശേഷം ഭഗവതിക്ക് മുന്നിൽ നമസ്കരിച്ച് കുങ്കുമം തൊടുന്നതും പൂവ് ശിരസിൽ ചൂടുന്നതും ഉത്തമമാണ്. മംഗല്യവതികളായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിലൊന്നായ മുക്കുറ്റി പുഷ്പമായി ചൂടുന്നത് ഭർത്തൃസൗഖ്യത്തിനും പുത്രഭാഗ്യത്തിനും ഉത്തമമാണ്. നിത്യവും ചൊല്ലാൻ സാധിക്കാത്തവർക്ക്
പൗർണമി, അമാവാസി, വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിൽ ചൊല്ലാൻ ശ്രമിക്കുക. ലളിതാ സഹസ്രനാമ ധ്യാനം ഇവിടെ അർത്ഥസഹിതം ഒന്ന് ഞാൻ പറയാം. സിന്ദൂരാരുണ വിഗ്രഹ ത്രിനയന മാണിക്യമൗലി സ്ഫുരത് താരാ നായക ശേഖര സ്മിതമുഖി മാബീന വക്ഷോരുഹ പാണിഭ്യാമളിപൂർണ രക്തചഷകം രക്തോൽപ്പലം ബിഭ്രതി സൗമ്യാം രക്തകടസ്ഥ രക്തചരണാം ധ്യായേത് പരമംബിക. എന്താ? സിന്ദൂരം പോലെ ചുവന്ന നിറത്തോടു കൂടിയ ശരീരമുള്ളവളും 3 കണ്ണുകളോട് കൂടിയവളും മാണിക്യരത്നങ്ങളാൽ മിന്നിത്തിളങ്ങുന്ന കിരീടത്തോടൊപ്പം ചന്ദ്രക്കല ധരിച്ചവളും മന്ദസ്മിതം തൂകുന്ന വദനമുള്ളവളും ഇരു കൈയിലുമുള്ള രത്നകുംഭത്തിലെ പ്രകാശത്താൽ ആകൃഷ്ടരായി പൂക്കളാണെന്ന് ധരിച്ച് തേനുണ്ണുവാൻ മുരണ്ടെടുക്കുന്ന വണ്ടുകളാൽ വലം വയ്ക്കുന്നവളും ചെന്താമരപ്പൂവ് കയ്യിൽ ധരിച്ച് സൗമ്യഭാവത്തോടെ രക്തം കൊണ്ടുണ്ടാക്കിയ കുടത്തിൽ ചെന്താമര കാലടികൾ വെച്ച് ശോഭിക്കുന്നവളുമായ അല്ലയോ അമ്മേ, അവിടുന്ന് ഞാൻ അങ്ങയെ ധ്യാനിക്കുന്നു. ധ്യായേത് പത്മാസനസ്ഥാം വികസിത വദനാം പത്മപത്രായദാക്ഷീം ഹേമാംബാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാം വരാംഗി സർവാലങ്കാരയുക്ത സതതമഭയദാം ഭക്തനമ്രാം ഭവാനി ശ്രീവിദ്യാം ശാന്തമൂർത്തി സകല സുരനുതാം സർവസമ്പത് പ്രദാത്രി. താമരയിലിരിക്കുന്നവളും പ്രസന്നമായ വിടർന്ന മുഖമുള്ളവളും താമര ഇതൾ പോലെ നീണ്ട കണ്ണുകൾ ഉള്ളവളും സ്വർണ്ണ നിറത്തോടു കൂടിയവളും മഞ്ഞ വസ്ത്രം ധരിച്ചവളും കയ്യിൽ താമരയേന്തി അലങ്കാരത്തോടുകൂടി സദാ ഭക്തന്മാർക്ക് അഭയം കൊടുക്കുന്നവളും ശിരസ്കരായ ഭക്തന്മാരുടെ സങ്കടങ്ങൾ കേൾക്കുന്നവളും ശ്രീവിദ്യാ സ്വരൂപിണിയും ശാന്തമൂർത്തിയും സകല ദേവന്മാരാലും സ്മരിക്കപ്പെടുന്നവളും സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നവളുമായ ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. അരുണ സകുങ്കുമ വിലേപന മളിക ചുംബിക സ്തൂരിക സമന്ദഹസിദേക്ഷണ സസിരചാപപാശാങ്കൂശ അശേഷ ജനമോഹിനി മരുണമാല്യഭൂഷാജ്വല ജപാകുസുമഭാസുര ജപവിദ്യൗ സ്മര ദംബിക. സകുങ്കുമ വിലേപനം കുങ്കുമപ്പൂങ്കുഴമ്പ് ശരീരത്തിൽ പൂശിയവളും വണ്ടുകളെ ആകർഷിക്കുമാറ് കസ്തൂരി തിലകം നെറ്റിയിൽ ചാർത്തിയവളും മന്ദസ്മിതമൂറുന്ന നോട്ടങ്ങൾ ഉള്ളവളും വെള്ളി, അമ്പ്, പാശം, അങ്കുശം എന്നിവ ധരിച്ചവളും ലോകജനങ്ങളെ എല്ലാവരെയും ഒറ്റ നോട്ടത്തിൽ മോഹിപ്പിക്കുന്നവളും നല്ല ചുവപ്പ് നിറമുള്ള മാല ധരിച്ചവളും ചെമ്പരത്തിപ്പൂവിന് തുല്യമായ സമുജ്ജല ശോഭയോടെ വിളങ്ങുന്നവളുമായ ദേവിയെ ജപസമയത്ത് ഞാൻ സ്മരിക്കുന്നു. അരുണാം കരുണാധരാങ്കിതാക്ഷി ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം അണിമാതിപിരാവൃതാം മയൂഖേ രഹമിത്യേവ വിഭാവായേ ഭവാനി. സൂര്യോദയ സമയത്തുള്ള ആകാശത്തിൻ്റെ ചുവപ്പ് നിറമുള്ളവളും കരുണ പൊഴിയുന്ന കണ്ണുകൾ ഉള്ളവളും പാശം, അങ്കുശം, ചാപം, പുഷ്പബാണം എന്നിവ കൈകളിൽ ധരിച്ചവളും അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശുത്വം, വശുത്വം, പ്രാപ്തി, പ്രാകാശ്യം എന്നീ അഷ്ടൈശ്വര്യങ്ങളുടെ രശ്മികളുടെ പൊൻകിരണത്താൽ ചൂഴപ്പെട്ടു നിൽക്കുന്നവളുമായ അല്ലയോ ദേവി, അവിടുന്ന് തന്നെയാണ് ഞാൻ എന്ന് ഭാവന ചെയ്യട്ടെ. ഇതാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ധ്യാനം, അതിൻ്റെ അർത്ഥങ്ങളും. മനസ്സിലെ ഭാരത്തിനെ ഇല്ലാതാക്കി സന്തോഷപൂർണമായ ജീവിതത്തിനും